ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബേക്കറി സ്റ്റൈൽ റെസിപ്പിയുമായിട്ടാണ്. കൊക്കനട്ട് സ്വീറ്റ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അതിന്. അപ്പം ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 4 ഏലക്ക, ചെറിയ ഏലക്കയാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുരു മാത്രം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ തൊലിയോട് കൂടി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് അറിയണമെങ്കിൽ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് കേട്ടോ. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇതിപ്പോ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് ചേർക്കാനുള്ളത് മൈദയാണ്. അപ്പൊ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് മൈദ. ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സായി കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇതിപ്പോ നല്ലവണ്ണം ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. കട്ട്ലറ്റിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ, നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഷേപ്പിലാണ് ഇത് ആക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ലഡുവിന്റെ ഒക്കെ ഷേപ്പിൽ അങ്ങനെ ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ 11 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ ഒരു 11 കിട്ടും. അപ്പൊ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടും ഫ്രൈ ചെയ്യേണ്ട, അതുപോലെ ലോ ഫ്ലെയിമിലിട്ടും ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ സ്വീറ്റ് കുറച്ച് ഹാർഡായിട്ടാണ് കേട്ടോ ഇരിക്കുക. അകത്ത് കുറച്ച് സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിത് ഉണ്ടാക്കി വെച്ചാൽ കുറെ കാലം കേടുകൂടാതിരിക്കും കേട്ടോ. നമുക്കൊരു മാസം വരെയൊക്കെ വേണമെങ്കിൽ ഇരിക്കും. അപ്പൊ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള നല്ലൊരു ബേക്കറി സ്വീറ്റാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കൊക്കനട്ട് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബേക്കറി സ്റ്റൈലിലുള്ള കൊക്കനട്ട് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവര് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്